ഇവിടെ എത്തിയപ്പോൾ 5:30-6 മണിയൊക്കെ ഒറ്റയ്ക്ക് വരാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും ഇപ്പൊ മാനേജർമാരെ വെച്ചിട്ടാണ് ഓരോരുത്തർ നോക്കുന്നത്. അനു എല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം കൂടെ? അത് എനിക്ക് അറിയത്തില്ല, എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എനിക്ക് അനുവിനെ അറിയാവുന്ന സമയത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എത്ര നാൾ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് പക്ഷെ എന്തായാലും നമുക്ക് ഇണ വേണം എന്നുള്ള ഇണ വേണം, അത് പിന്നെയുള്ള കാര്യമല്ലേ. ആ ഇണ നാളെ കഴിഞ്ഞ് നമ്മളെ കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യും? അത് ഞാൻ പറയുന്നത് ഓരോ ലൈഫിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പേടി കേട്ടോ. ശരിക്കും പറഞ്ഞ കല്യാണം കഴിക്കാൻ പേടി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ചതൊന്നുമല്ല കല്യാണം കഴിച്ചാൽ, പക്ഷെ അച്ഛനും അമ്മയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പോയി ചോദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രണയിക്കുന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ നന്നായിട്ട് നോക്കണം ലൈഫിലോ, എൻ്റെ ലൈഫിലോ എന്നെ നന്നായിട്ട് നോക്കണം. പിന്നെ എന്നെ കിട്ടു പോകാൻ പാടില്ല, ഈ ഡിവോഴ്സ് അതും ഇതൊന്നും വേണ്ട. എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം? പുള്ളി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഭംഗി എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ട ഇങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള ആരും ഇല്ല ശരിക്കും പറഞ്ഞ നമ്മുടെ ലോകത്ത്. എല്ലാവരും നല്ല ഭംഗി, പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കാളും ഭംഗിയാണ് പുരുഷന്മാർക്കാണ്. അപ്പൊ ഞാൻ ഉറപ്പുള്ളതാ. കാരണം എന്താ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ചേട്ടൻ ഭംഗിയുണ്ട്, പിന്നെ കാണാൻ സുന്ദരനാ. എന്താ വെച്ചാല് നമ്മളിപ്പം പുരുഷന്മാർ മേക്കപ്പ് ഇടാറില്ല. മേക്കപ്പ് മാത്രമല്ല എന്ന് വെച്ചാൽ പെൺപിള്ളേർ എപ്പോഴും മേക്കപ്പ് ഇടുന്നില്ല, പെൺകുട്ടികൾ അവർക്ക് ഈ താടിയും മീശ ഉണ്ടെങ്കിലും അതോ മീശയൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഉറക്കത്തിൽ നിന്ന് വന്നാലും ഭയങ്കര ഭംഗിയാ കാണാൻ, അല്ലേ? പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ത്രെഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഐബ്രോ അതായത് ഇങ്ങനെ വാരി വെച്ചതുപോലെ, എന്തോ എടുത്ത് വെച്ചതുപോലെ, ഒരു കണ്ണെഴുതിയില്ലെങ്കിൽ, ഒരു പൊട്ട് വെച്ചില്ലെങ്കിൽ, ഒരു ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലൊക്കെ ഒരു ഭംഗിക്കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പെൺകുട്ടി ആൺകുട്ടിയുടെ നോക്കുമ്പോൾ എപ്പോഴും ആൺകുട്ടിയാണ് ഭംഗി. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ദൈവം ഓരോ ഭംഗികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ ഹൈറ്റ് വെയിറ്റ് ഒന്നും പ്രശ്നമില്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാം, സ്മോക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, ഡ്രിങ്ക്സ് വല്ലപ്പോഴൊക്കെ കഴിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ ഡ്രിങ്ക്സ് കഴിക്കാം, സൗന്ദര്യം വേണ്ട, വേണ്ടെന്നല്ല, അയ്യെന്നല്ല, അതും കുഴപ്പമില്ല. ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സൗന്ദര്യത്തിന്. മെയിൻ ആയിട്ട് നോക്കുന്ന സ്വഭാവം. എല്ലാവർക്കും അവരുടെ മനസ്സിൽ സൗന്ദര്യം ഉണ്ട് അല്ലേ? അപ്പൊ ആ സൗന്ദര്യത്തിന് വാല്യൂ ഇല്ല, പക്ഷെ കഴിക്കാം, അതിന് ഡിമാൻഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ പിന്നെ വയസ്സും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഭയങ്കര വയസ്സ് മൂത്തല്ല, ഒരു 5 വയസ്സിന് മൂത്ത ആള് കൂടണ്ട. 5 വയസ്സ് ഉള്ളില്ല, സെയിം ഏജ് ആയാലും പ്രശ്നമില്ല. 30-35 അപ്പൊ 30-35 ആകുമ്പോൾ സെയിം ഏജ് ആയാലും പ്രശ്നമില്ല, സെയിം ഏജ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അനുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പയ്യനെ തന്നെ കിട്ടും. പിന്നെ ബാക്കിയുണ്ട്, നല്ല സ്വഭാവം വേണം, നല്ലൊരു വ്യക്തിയായിരിക്കണം, പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ തന്നെ, ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെയാണ്. ഇതൊക്കെ ഇടയ്ക്കിടെ കാവ്യമാധവന്റെ ഡയലോഗ് വരാറുണ്ടോ? ഇല്ല. എപ്പോ വന്നു മനസ്സിലാക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ ഉള്ള ആ ഡയലോഗ് എന്ന് പറഞ്ഞ കാവ്യമാധവന്റെ ഞാൻ ആദ്യം അത് എന്റെ സൗണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ശരിക്കും കാവ്യമതിന് സൗണ്ട് കയറി വരാറുണ്ട്. മാളു എന്റെ ചേച്ചി എന്റെ പറയും, നീ കാവ്യമതിന് സൗണ്ട് നീ എടുത്തതാണോ? അല്ല, അയ്യോ അങ്ങനെ തോന്നി, അങ്ങനെ വന്നില്ല, അങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ആയില്ല. ഞാൻ അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ, ശരിക്കും അങ്ങനെയൊക്കെ എന്തോരം ആൾക്കാരാ ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. രാവിലെ എണ്ണിക്കുമ്പോ എനിക്കൊരു കോടി അയച്ചു തരുമോ? എന്തിനാ? കേൾക്കാനോ നോക്കട്ടെ. അതല്ല അനു, ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യമാധവന്റെ, ഞാനാണ് അന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. അന്ന് തടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒത്തിരി മാറ്റി മറിച്ചിട്ടാണ് അനു ഇപ്പൊ എനിക്ക് മനസ്സിലായത്. അറിയാം ജിമ്മില് എങ്ങനെയാ റൊട്ടീൻ എങ്ങനെയാണ്? ജിമ്മിൽ പറഞ്ഞാല് ഞാൻ കുറേ ജിമ്മിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ എന്ന് പറഞ്ഞാല് ഈ ആര്യനാടാണ് ഞാൻ ശരിക്കും പ്രോപ്പർ സ്ഥലം. അപ്പൊ ഇപ്പൊ ആര്യനാടെന്ന് മാറി ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ട്, വീട് ഇവിടെ വെച്ചു. അപ്പോ അതെ 1.5 വർഷമായി അവിടെ താമസം. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം 2-3 ജിമ്മിൽ മാറി ഞാൻ വർക്കൗട്ട് ചെയ്തു. അപ്പം ഓരോ ജിമ്മിൽ നോക്കുമ്പോൾ ഞാൻ നോക്കും എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടോ എങ്ങനെയാണ്. അപ്പം വെയിറ്റ് പെട്ടെന്ന് കുറയാൻ ശ്രമിക്കത്തില്ല, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ജിമ്മിന്റെ പ്രോബ്ലം അല്ലല്ലോ, അല്ല. ചിലപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ലിഗമെന്റിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. അത് എങ്ങനെയൊന്നും എനിക്ക് തന്നെ അറിയില്ല. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഒന്ന് ഹീൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് എടുത്തതുള്ളൂ. അപ്പം ഞാൻ പഴയ ജില്ലൊക്കെ പോയി ഞാൻ വെയിറ്റ് എടുത്തുകൊണ്ടാണോ ഞാൻ. പക്ഷേ ശരിക്കും ഇപ്പം ലാസ്റ്റ് ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫാസ്നോ എന്ന് പറഞ്ഞൊരു ജിമ്മാണ്. അവിടെ എൻ്റെ ചേട്ടൻ്റെ ജിമ്മാണ്. അവിടുത്തെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു, ഇത്രയും ജിമ്മിൽ പോയിട്ട് എനിക്ക് ആ കാലിന്റെ പെയിൻ മാറി പറ്റിയിട്ടില്ല. അവരൊക്കെ ശ്രമിച്ചു, ഇപ്പൊ ഇല്ല, ഇപ്പൊ മൊത്തത്തിൽ മാറി. ഹോസ്പിറ്റലിൽ പോലും പോവാണ്ട് എന്റെ ലിഗമെന്റ് പെയിൻ മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പുള്ളി മാറ്റി തന്നു എനിക്ക്.
ഒരു അത്ഭുതം തോന്നുന്നു ചേട്ടാ എനിക്ക്. ടോട്ടലായിട്ടല്ലേ? ആ, കാരണം സ്റ്റെയർ കയറുമ്പോൾ എന്തോ ഒരു ശബ്ദം ടിക് ടിക്. പിന്നെ കാലെനിക്കിങ്ങനെ ബസ്സിലല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കൂലേ നമ്മളിങ്ങനെ, അപ്പം എനിക്ക് കാലിന് നീളം കുറവായതുകൊണ്ട് കാലിങ്ങനെ നിക്കോളൂ, താഴെ കുത്തത്തില്ല. ഇങ്ങനെ എന്റെ കാറിലിരിക്കുമ്പോ ഞാൻ ഇതാ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നില്ല, ഇങ്ങനെ എത്തത്തില്ല. സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ചെയറിലിരിക്കുമ്പോ കാല് തെങ്ങി, എന്റെ കാല് മാത്രം തൂങ്ങി കിടക്കുന്നത്, കാലിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് പോകുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ എനിക്ക് എന്തോ ഒരു പെയിൻ ഇവിടെ ഇത്രയും ഭാഗം, ഇപ്പൊ ഒന്നുമില്ല. എനിക്ക് ആ പുള്ളി മാറ്റി തന്നു, അടിപൊളി. അന്നത്തെ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് സ്വപ്നം കാണാറുണ്ട്, ആൾക്കാരൊന്ന് സെൽഫി എടുക്കുന്നതൊക്കെ ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് ചേട്ടാ. പക്ഷെ അതിപ്പോ യാഥാർത്ഥ്യമാക്കിയപ്പോൾ എന്ത് ഫീൽ ഉണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് എന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ചിരിയും ഈ ഒരു സന്തോഷം എപ്പോഴും ഫേസിലുണ്ടായത് മുന്നോട്ട് തന്നെ പോകും കേട്ടോ. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ കല്യാണം അവിടെ കഴിക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ സന്തോഷമായിരിക്കും. അപ്പൊ ഇങ്ങനെ അനു ഇങ്ങനെ പറയുന്ന കേട്ടോ, ഒരു വർഷത്തിനകത്ത് കല്യാണം ഉണ്ടെന്ന് ഇങ്ങനെ. ഞാൻ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പൊ കല്യാണം ഉണ്ടോ ഇപ്പോഴേ? ഇല്ല ഏട്ടാ, കല്യാണം എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമല്ലല്ലോ. അത് കിട്ടത്തില്ല. പക്ഷെ നമുക്ക് ചെറുക്കനെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ല. കിട്ടും. അത് കിട്ടിയില്ല, ഇതുവരെ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ല. എന്റെ വീട്ടുകാർ നോക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചോളാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങള് പറഞ്ഞു തരുന്ന ആളെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ടീമാ. പക്ഷെ നടക്കത്തുന്നില്ല. അവർക്കറിയാം ഞാൻ ചൂസ് ചെയ്യുന്നതെല്ലാം നന്നായിരിക്കും. ഞാനിപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും. ഇപ്പം ഈ പറയുന്ന പോലെ ഈ ഇനാഗുറേഷൻ്റെ കാര്യങ്ങൾ കണക്ട് ചെയ്തതും ഞാൻ തന്നെയാണ്, കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഞാൻ തന്നെയാണ്, മേക്കപ്പ് ഞാൻ തന്നെയാണ്, ഹെയർ സ്റ്റൈലും ഞാൻ തന്നെയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കുന്നത്. യൂട്യൂബ് ചാനൽ ഞാൻ തന്നെയാണ്, അപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ നോക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പം അവർക്കറിയാം ഇതുവരെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും സംഭവിച്ചിട്ടുണ്ടായില്ല. ഇല്ല, എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ താല്പര്യം ഇല്ല. എനിക്ക് ആരെ ഡിപ്പെൻഡ് ചെയ്ത്, അച്ഛനമ്മ ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുണ്ട്, വന്നിട്ടില്ല. അപ്പൊ അവർക്കറിയാം ഞാൻ എന്ത് തീരുമാനം എടുത്താലും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്കറിയാം അവളെപ്പോഴായാലും ആരെങ്കിലും കല്യാണം കഴിച്ചാലും അവളുടെ ഇഷ്ടപ്രകാരമല്ലേ കല്യാണം കഴിക്കുന്നത്, കഴിച്ചോട്ടെ. അല്ലാതെ ഇയാളെ കല്യാണം കഴിച്ചാൽ മതി, നീ അവനെ കിട്ടണ്ട. ഇപ്പം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇയാളെ സ്നേഹിക്കുന്നത്, അവൻ വേണ്ട അത് ശരിയാവില്ല എന്ന് അങ്ങനെ പറയത്തില്ല. അല്ല, ഇതൊരു പറഞ്ഞില്ല, നോക്കുന്നില്ല. നിനക്ക് എപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നോ അപ്പൊ നീ കല്യാണം കഴിച്ചു. അങ്ങനെ ആരെങ്കിലും പ്രപ്പോസൽ വന്നിട്ടുണ്ടോ എനിക്ക് ഇങ്ങോട്ടോ? സീരിയസ്ലി ഇല്ല, സീരിയസ്ലി എനിക്ക് ഈ ഒരു അല്ല, എനിക്ക് ഈ ഒരു ഫീൽഡിൽ വന്നതിന് ഇല്ല, അല്ല എനിക്ക് വന്നിട്ടില്ല. വന്നിട്ടില്ല. അങ്ങനെ ആരും ഇഷ്ടം പറഞ്ഞു വന്നിട്ടില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇത്രയും വയസ്സായില്ലേ, ഇത്രയും പ്രായം കൂടിയില്ല കേട്ടാ. ഞാൻ അങ്ങനെ പറയാം, 25 വയസ്സായില്ലേ? 25 വയസ്സിൽ കൂടുതലുണ്ട് കേട്ടാ. 28? അതൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ വേണമെങ്കിൽ ചേട്ടാ ഞാൻ വേണമെങ്കിൽ പോവാന്ന് പറഞ്ഞേക്കാം. എന്നാൽ കല്യാണ പ്രായം ഒക്കെ ആയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത്. നമുക്കൊരു ഇണ വേണമല്ലോ, ചിന്തിച്ച കാര്യം അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, സിനിമ ചെയ്യുക, നാളെ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം, ഇത് ഇങ്ങനെ ഇനാഘോഷണം, ആ വർക്കിന്റെ കാര്യങ്ങൾ ഫുള്ള് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്.